പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ നട്ടെല്ലാണ് JF-17. പാകിസ്ഥാൻ സ്വന്തമായി നിർമ്മിച്ചതാണെന്നും ഇന്ത്യയുടെ തേജസിനേക്കാൾ മികച്ചതാണെന്നും പാകിസ്ഥാനികൾ അവകാശപ്പെടുന്ന ഈ വിമാനത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? 1980കളുടെ അവസാനത്തോടുകൂടി ചൈനീസ് എയർഫോഴ്സിൻ്റെ സർവീസിലുണ്ടായിരുന്ന പഴയ MiG-21 വിമാനങ്ങളെ റീപ്ലേസ് ചെയ്യാനായി പുതിയൊരു വിമാനം നിർമ്മിക്കാൻ ചൈന തീരുമാനിക്കുന്നു. ഈ വിമാനത്തിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്ത ചെങ്ഡു ഏവിയേഷൻ MiG-21ൻ്റെയും X-60ൻ്റെയും ഡിസൈനിലെ സവിശേഷതകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയൊരു വിമാനം നിർമ്മിക്കുന്നു. ഇതിനവർ XC-1 സേലോങ് എന്ന് പേരിടുകയും ചെയ്യുന്നു. പുതിയ വിമാനത്തെ നിരവധി തവണ പരീക്ഷണ പറക്കലുകൾക്ക് വിധേയമാക്കിയ ചൈനീസ് എയർഫോഴ്സ് വിമാനത്തിന് മതിയായ കാര്യക്ഷമതയില്ലെന്നും പറഞ്ഞ് സർവീസിലെടുക്കാൻ തയ്യാറാകുന്നില്ല. എന്നാൽ അതിനോടകം തന്നെ ഈ വിമാനത്തിൻ്റെ നിർമ്മാണത്തിൽ ഒരേയൊരു തുക ചെലവാക്കിയ ചൈനീസ് ഗവൺമെൻറ് ഈ ഫൈറ്റർ പ്രോഗ്രാം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. അതോടെ 1995 പാകിസ്ഥാന് ഈ ഫൈറ്റർ പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കുകയും നല്ലൊരു തുക വാങ്ങി പാകിസ്ഥാന് ഈ വിമാനത്തിൻ്റെ ടെക്നോളജികൾ കൈമാറുകയും ചെയ്യുന്നു. നിർമ്മാണ ചുമതല ലഭിച്ചതോടെ ചൈനയിൽ നിന്ന് വിമാനത്തിനാവശ്യമായ പാർട്സും റഷ്യയിൽ നിന്ന് RD-93 എഞ്ചിനും വാങ്ങി വിമാനം സ്വന്തമായി നിർമ്മിക്കാൻ പാകിസ്ഥാൻ ആരംഭിക്കുന്നു. മറ്റൊരു രാജ്യത്തിൻ്റെയും സഹായമില്ലാതെ ഇന്ത്യ പൂർണ്ണമായും സ്വന്തമായി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച വിമാനമാണ് തേജസ്. ലോകത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനുകളിലൊന്നായ ജനറൽ ഇലക്ട്രിക്കിൻ്റെ F404ഉം ആധുനിക AESA റഡാറും ഉൾപ്പെടെ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട തേജസിന് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾക്ക് പുറമെ യൂറോപ്യൻ ഇസ്രായേലി നിർമ്മിത ആയുധങ്ങളും ശത്രുക്കൾക്ക് നേരെ പ്രയോഗിക്കാനാവും. എന്നാൽ JF-17ൻ്റെ ഡിസൈനിങ്ങിലോ ഡെവലപ്മെൻറ്റിലോ പാകിസ്ഥാന് യാതൊരു പങ്കുമില്ല. സാങ്കേതിക തികവ് ഇല്ലെന്നും പറഞ്ഞ് ചൈനീസ് എയർഫോഴ്സ് പുറന്തള്ളിയ ഈ വിമാനത്തിൻ്റെ പാർട്സുകൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് അസംബ്ലി ചെയ്യുന്ന ജോലി മാത്രമാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. കാര്യക്ഷമത ഇല്ലാത്തത് കൊണ്ട് തന്നെ പാകിസ്ഥാനും അതുപോലെ നല്ലൊരു യുദ്ധവിമാനം വാങ്ങാൻ ശേഷിയില്ലാത്ത മ്യാൻമറും നൈജീരിയ പോലുള്ള രാജ്യങ്ങളും മാത്രമാണ് ഇതുവരെ JF-17 തങ്ങളുടെ എയർഫോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ നിരവധി JF-17 വിമാനങ്ങളെ നിഷ്പ്രയാസം വെടിവെച്ചിടാൻ ഇന്ത്യൻ എയർഫോഴ്സിന് കഴിഞ്ഞതും ഈ വിമാനത്തിൻ്റെ കാര്യക്ഷമത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ചുരുക്കത്തിൽ നിർമ്മിച്ച രാജ്യം പോലും എയർഫോഴ്സിൽ ഉൾപ്പെടുത്താൻ തയ്യാറാകാതെ പുറന്തള്ളിയ ഒരു പറക്കുന്ന തകരപ്പാട്ട മാത്രമാണ് JF-17.